യൂട്യൂബ് ചാനൽ 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ഇന്ന് ഒരു കുറച്ച് കൂടുതൽ കാർഡ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ റീഡിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിന്നെ ഞാൻ മാത്രം സ്വന്തമാക്കുകയുള്ളൂ. ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടേ മാറിയിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് കാർഡ്സും അവസാനം റൊമാൻസ് ഏഞ്ചൽസ് മെസ്സേജും നിങ്ങളുടെ പേഴ്സണ് പറയാനുള്ള മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ലവ് മെസ്സേജസ് ആണ് അവസാനം എടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ പേഴ്സന്റെ എനർജിയാണ്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനോഭാവമാണ്. ഈ പേഴ്സൺ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾ 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം പേഷ്യൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്കും വളരെയധികം ഒരു ക്ഷമയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. അതായത് നിങ്ങൾക്കും നല്ല രീതിയിൽ ക്ഷമയുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ ആദ്യമൊക്കെ വളരെയധികം റൂഡായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടാം, പെട്ടെന്ന് കയർത്ത് സംസാരിക്കുക, അങ്ങനത്തെ ഒരാളൊക്കെ ആയിരുന്നു. പക്ഷെ കൂടുതലും ഈ പേഴ്സണ് നിങ്ങളോടുള്ള കാഴ്ചപ്പാടാണ്. അതായത് നിങ്ങൾ വളരെയധികം ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം സമാധാനപ്രിയരായിട്ടാണ് കാണിക്കുന്നത്. അതായത് കാര്യങ്ങളെ വളരെയധികം സമാധാനപൂർവ്വം ഡീല് ചെയ്യാനും സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാനും, കലാപം, തല്ലുപിടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. ഓക്കെ, അതായത് വളരെയധികം പോസിറ്റീവായിട്ടും ഒരു ശാന്തമായിട്ടുള്ള രീതിയിൽ കർമ്മങ്ങളിലൊക്കെ വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അതായത് നിങ്ങൾക്ക് പേടിയുണ്ട്. ഓക്കെ, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയണത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് തോന്നിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ബോധേഡാണ്, എപ്പോഴും നിങ്ങൾ ബോധവാന്മാരാണ്. അപ്പൊ അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ കഴിവതും ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും ക്ഷമയുള്ളതും ഇത്രയും ക്ഷമയുള്ള ഒരു സ്ത്രീയാണോ, അല്ലെങ്കിൽ ഇത്രയും ക്ഷമയുള്ള ഒരു പുരുഷനാണോ എന്നാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു മനോഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം ഇൻസ്പയർഡ് ആണ്, വളരെയധികം ഇൻസ്പിറേഷൻ ആണ്. ഈ പേഴ്സന്റെ പല വിധത്തിലുള്ള മോശപ്പെട്ട സ്വഭാവം, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദേഷ്യപ്പെടാ, മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുക, മുഷിപ്പോടെ സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു. അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത് ഏറ്റവും അതിന് കാരണമായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറിയത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ആ ഒരു പേഷ്യൻസ് എനർജി കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റും ഈ ഒരു സെയിം എനർജി തന്നെയാണ് ഈ പേഴ്സന്റെ മനോഭാവം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട്, എനർജി എല്ലാം. യെസ്, മെഡിസിൻ വുമൺ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നും ഈ പേഴ്സന്റെ കൂടെ വേണമെന്നാണ്. കാരണം പല സിറ്റുവേഷൻ, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിനെ ആശ്രയിക്കും, അല്ലേ? അത് ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, നമ്മളൊരു പ്രതിരോധമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സോളിനെയും അതുപോലെ തന്നെ ശരീരത്തെയും നല്ല രീതിയിൽ തന്നെ വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മരുന്ന്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്, ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സന്റെ കൂടെ വേണമെന്ന് ഈ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം പല സിറ്റുവേഷനിൽ നിന്നും ഈ പേഴ്സണെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ഇന്റൻഷൻ ഉണ്ട്, കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യബോധമുണ്ട്, ജീവിതത്തിനെ കുറിച്ചിട്ട് ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെയുള്ള ഒരാൾക്കാരാണ് നിങ്ങൾ. പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ മെസ്സി ആയിരുന്നു. അതായത് വളരെയധികം
എന്താ പറയാ, ഒരു അടുക്കും അടുക്കും ചിട്ടയൊക്കില്ലാത്ത ജീവിതം, അല്ലെങ്കിൽ സമയത്തിന് ആഹാരം കഴിക്കില്ല, ശരീരം നോക്കില്ല, ആരോഗ്യം നോക്കില്ല, ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കാം, മടി പിടിച്ചിരിക്കാം, ചീത്ത കൂട്ടുകെട്ടുകൾ, അങ്ങനത്തെ ഒരു ടോക്സിസിറ്റി വലയത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. പക്ഷെ ഈ വ്യക്തിയെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ, നല്ലൊരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീയാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അത് ചുമ്മാ വിശ്വാസം മാത്രമല്ല, പല രീതിയിലൂടെ, പല അനുഭവങ്ങളിലൂടെ ഈ വ്യക്തി അത് മനസ്സിലാക്കിയെടുത്തു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വ്യക്തിക്ക് ലഭിക്കാവുന്നതിലപ്പുറം, അതൊരു കാമുകനോ കാമുകിയോ മാത്രമല്ല, അതിനേക്കാൾ ഉപരി എന്താ പറയാ, നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു വഴികാട്ടിയാണ്, നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ വ്യക്തിക്ക്. ഇപ്പൊ എത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം സ്മാർട്ടായിട്ട് ഡ്രസ്സ് ചെയ്യും, നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ശരീരത്തിലും ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ കണ്ടിട്ടാണ് പല കാര്യങ്ങളിലും ഈ പേഴ്സൺ അത്രയും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് നമുക്കിവിടെ ഈ പേഴ്സണെ നിങ്ങളോടുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു പക്ഷേ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നില്ലെങ്കിൽ ആ ഒരു എനർജി എന്താണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നത്? യെസ്, വൈഡ് ഓപ്പൺ ആണ്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ തന്നെയാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് വൈഡ് ഓപ്പൺ ആയിരിക്കണം. അതായത് എന്നേക്കുമായിട്ടുള്ള ഒരു സമാധാനം കൊണ്ട് തരുന്ന രീതിയിലുള്ള റിയൂണിയൻ ആയിരിക്കണം. അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെ ഒരു റിയൂണിയൻ മാത്രം എനിക്ക് മതി എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഈ പേഴ്സൺ. അതായത് പ്രശ്നങ്ങളുടെ നടുവിൽ ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ, സോൾവ് ചെയ്യാതെ, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കൂടുകൂട്ടാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. തീർച്ചയായിട്ടും അത് എന്നേക്കുമായിട്ട് ആ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം പരിഹരിച്ച് അതാത് കാര്യങ്ങളിൽ കൊണ്ടുപോയിട്ട് അത് നല്ല രീതിയിൽ തന്നെ പരിഹരിച്ച് സ്വസ്ഥമായി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആ ഒരു വരവെന്ന് പറയുന്നത് അത്രയും ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വരവായിരിക്കും. അതിലൂടെ ഈ പേഴ്സൺ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നതായിരിക്കും എന്നാണ് കാണിക്കുന്നത്. വൈഡ് ഓപ്പൺ എന്ന് പറയുമ്പോൾ തീർത്തും വിശാലമായി തുറന്നുള്ള ഒരു വിശാലമായിട്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇത്രയും കാലം സംസാരിക്കാത്ത പല കാര്യങ്ങളും അവിടെ സംസാരിക്കും ഈ പേഴ്സൺ നിങ്ങളോട്. പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടും. അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങളെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഈ പേഴ്സണ് കൺഫ്യൂഷൻ ഇല്ല. കാരണം എന്താ പറയാ, നിങ്ങളെ ഈ പേഴ്സൺ മാത്രമേ സ്വന്തമാക്കുകയുള്ളൂ എന്നുള്ള ഇന്റൻഷനോട് കൂടി, ആ ഒരു ഇന്റൻഷനോട് കൂടി, ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ പേഴ്സൺ നടക്കുന്നത്. മനസ്സിലായോ? അത് നമുക്ക് മാറ്റി പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്തൊക്കെ വന്നാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ കൂടണയാനാണ്. ആ ഒരു സമയത്ത് ഈ പേഴ്സൺ ഇത്രയും കാലം മറച്ചു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്രയും കാലം ഈ പേഴ്സണിൽ നിന്നും ആഗ്രഹിച്ചത്, എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാതെ ആയി പോയത്, ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കാത്തതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ തരുന്നതായിരിക്കും. അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഓക്കെ, ഇപ്പോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന്റെ എനർജിയാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനയാണ്. ഒരു പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. എന്ത് കാര്യം ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും, ഇപ്പോ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കൂ, ദൈവത്തിൽ വിശ്വസിക്കൂ, പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കൂ, നല്ല മനസ്സായിട്ട് നടക്കൂ, നല്ല കർമ്മങ്ങൾ ചെയ്യൂ എന്നുള്ളൊരു അഡ്വൈസ് ആയിരിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു സെയിം അഡ്വൈസ് തന്നെ നിങ്ങളും ഈ പേഴ്സന് കൊടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ തന്നെ ഒരു ചിന്താഗതി ആയിരിക്കാം ഈ പേഴ്സണും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ അതിശക്തമായിട്ടുള്ളൊരു പ്രാർത്ഥന നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് സാധാരണ രീതിയിലുള്ള ഒരു പ്രാർത്ഥന അല്ല, ഒരു മാജിക് പ്രെയർ ആണ്. ഈ മാജിക് എന്ന് പറയുന്നത് എന്താണ്? വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, അത് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതുമല്ല.
അതൊരു ട്രിക്കാണ്, അല്ലെങ്കിൽ അതിപ്പോ എന്താ പറയാ, അത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി കാണിക്കുന്നു, ഉള്ള കാര്യം ഇല്ലാതെയാക്കി കാണിക്കുന്നു, അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്. പക്ഷെ അതിനൊരു പ്രത്യേക കഴിവ് വേണം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു മാജിക്കലായിട്ടുള്ള, പക്ഷെ ഇവിടെ മാജിക് കാണിക്കുന്നത് ദൈവമാണ്. അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള സാധ്യതകളും നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകില്ല. എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ട അവസ്ഥയായിരിക്കാം നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ളത്. ബട്ട് സ്റ്റിൽ എനിക്കിവിടെ പറയാനായിട്ടുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രയർ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ പല മാജിക്കുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥന മുടക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇഷ്ട ദൈവം ആരാണോ, അത് ജീസസ് ആയിക്കോട്ടെ, അള്ളാഹു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശിവഭഗവാൻ, ശ്രീകൃഷ്ണ, ഏത് ദൈവമാണെങ്കിൽ പോലും എന്താ പറയാ, യു ഷുഡ് ഡു, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ. കാരണം ആ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചിലപ്പോൾ ഒരു സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ബട്ട് സ്റ്റിൽ അവിടെ നിങ്ങൾക്ക് ഒരു സാധ്യത ദൈവം സൃഷ്ടിച്ചു തരികയാണ്. നിങ്ങളല്ല സൃഷ്ടിക്കുന്നത്, ദൈവമാണ്. ഓക്കെ. അപ്പോൾ ഒരു മാജിക് സെറമണി ഇത് ചെയ്യാം. ആൻഡ് ഓൾസോ ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? യെസ്, സെറിമണിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വിവാഹത്തെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിവാഹ ആഘോഷത്തെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു 6 മാസത്തെ എനർജിയാണ്, പക്ഷെ എനിക്കൊരു 8 മാസത്തെയും കൂടി എനർജി ആയിട്ട് തോന്നിക്കുന്നുണ്ട്. കുറച്ച് നീണ്ട കാലയളവാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനും നല്ലോണം ഒരുങ്ങി നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ സെറിമണി എന്ന് പറയുന്നത് പോലും കല്യാണം, ആഘോഷം, അതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഒരു പോസിറ്റിവിറ്റീനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ, അത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ സംതിങ് നിങ്ങൾക്ക് വളരെയധികം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതിൽ ഈ പേഴ്സന്റെ എനർജിയും കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അത് സംതിങ് ഒരു പോസിറ്റിവിറ്റി ആണത്. ഓക്കെ. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. ബിക്കോസ് അങ്ങനത്തെ ഒരു സെറിമണിയാണ്. അത് വളരെ ആഘോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഒരുപാട് സന്തോഷം, നല്ല രീതിയിൽ നിങ്ങളുടെ സൗന്ദര്യമൊക്കെ വർദ്ധിക്കുന്നതായിട്ടും, നിങ്ങൾ കൊടുത്തൊരുങ്ങിയൊക്കെ നിൽക്കാൻ പറ്റുന്നതായിട്ടും, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അതൊരു സെറിമണി എനർജിയിലാണ് അത് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ റീഡിങ്ങിന്റെ. യെസ്, തേർഡ് ഐ ചക്രയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ കൂടെ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ശാരീരികപരമായിട്ട് പല മാറ്റങ്ങളും ഉണ്ടാകാം, ശാരീരികവും മാനസികവുമായിട്ട്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പേഴ്സന്റെ എനർജിയിലാണ് കിട്ടിയിട്ടുള്ളത്. തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആണ്. ഒരുപക്ഷെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഓൾറെഡി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. തേർഡ് ഐ ചക്ര ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ഈ പേഴ്സന്റെ എന്ന് പറയുന്നത് ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ തേർഡ് ഐ ചക്ര വന്നതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരുപാട് അറിവാണ് ഈ പേഴ്സണിലേക്ക് വരാൻ പോകുന്നത്. അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് അബൌട്ട് യു, നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസും അതുപോലെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള പ്രാധാന്യം, അതായത് കൂടുതൽ വിവരങ്ങൾ, അത് സ്പിരിച്വൽ പരമായിട്ട് തന്നെയാണ് ഈ പേഴ്സണിലേക്ക് വരാൻ പോകുന്നത്. അത്തരം അറിവുകൾ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആകുന്നതിന്റെ പലതരത്തിലുള്ള ലക്ഷണങ്ങളും ഈ പേഴ്സണ് കണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അത് ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റമാണ് ഇന്നത്തെ റീഡിങ്ങിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ നമ്പർ 6 ആണ് കിട്ടിയിട്ടുള്ളത്. അതൊരു ഇൻഫിനിറ്റി എനർജിയാണ്. ഉറപ്പായിട്ടും ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവായിട്ട് സംഭവിക്കില്ല. അതാണ് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ടോട് കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ പോയാലും അതിൽ നിന്നും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസരം തന്നെയായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം, സാഹചര്യങ്ങൾ ഒക്കെ തന്നെയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ. അവിടെ ഒരു ഇത് വെറുതെ ആയി പോകുന്നതായിട്ടോ അല്ലെങ്കിൽ
നെഗറ്റീവ് അല്ല. ഓവറോൾ ഫൈനൽ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി റൊമാൻസ് ഏഞ്ചൽസ് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ. ഉറപ്പായിട്ടും നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ അർഹിക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടും ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ആഗ്രഹിക്കുവാനും അനുഭവിക്കുവാനും കൊടുക്കുവാനും വാങ്ങുവാനും ഒക്കെ അർഹതപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഫോർഗീവിങ് ആൻഡ് ലേണിംഗ് ആണ്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസന്റ് മൂമെന്റ്സ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ടാകാം. നിങ്ങളെ വേദനിപ്പിക്കുന്നതും കുത്തി നോവിപ്പിക്കുന്നതുമായിട്ടുള്ള പല സിറ്റുവേഷൻസ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ക്ഷമിക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടോ അത്രയും സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും. അതും ഈ പേഴ്സണോടൊപ്പം തന്നെയുള്ള ലൈഫായിരിക്കും. അത് പക്ക പെർഫെക്റ്റ് ആയിരിക്കും, സൂപ്പർബ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോർഗീവിങ് ആൻഡ് ലേണിംഗ് ആണ്. ക്ഷമിക്കുക, പിന്നെ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള അനുഭവങ്ങൾ ഒരു പാഠമാക്കി എടുക്കുക. അത് ചിലപ്പോൾ ഒരു കഴിഞ്ഞ ജന്മത്തിന്റെ കർമ്മമായിട്ടോ ഒക്കെ വരുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ എത്ര നല്ല മനസ്സുള്ളവരാണെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് പല ലൈഫിലെ നമ്മുടെ സോൾ ചെയ്തിട്ടുള്ള ചില കർമ്മങ്ങളുടെയൊക്കെ തിരിച്ചടിയും കൂടിയാണത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോസിറ്റീവ് ആക്കുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രണയം വരികയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ പേഴ്സന്റെ ലവ് മെസ്സേജസ് നോക്കാം നിങ്ങൾക്കുള്ളത്. ഓവർവെൽം ദ സ്ട്രെസ് ഫ്രം ദിസ് ഇസ് ഡ്രെയിനിങ് മീ. അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ, നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. കാരണം നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതും ഒക്കെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതിന് സ്ട്രെസ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലും നമ്മൾ കുറച്ച് ലവ് മെസ്സേജ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? യു കീപ് ലിറ്റിൽ മെമൻറ്റോസ് ഓഫ് തിങ്സ് വി ഹാവ് ഡൺ. യെസ്, നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ പേഴ്സൺ വളരെയധികം ഈ പേഴ്സന്റെ മെമ്മറിയിലുണ്ട് എന്നാണ് പറയുന്നത്. യു ഓൾവേസ് ഗീവ് മീ യുവർ ഹോണസ്റ്റ് ഒപ്പീനിയൻ. നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ്. എന്ത് കാര്യവും തുറന്നു പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഒക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. യു നോ മീ ബെറ്റർ ദാൻ ഐ നോ മൈസെൽഫ്. ഈ പേഴ്സൺ ഒരുപക്ഷെ ഈ പേഴ്സന്റെ സ്വന്തമായിട്ട് അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് ഈ പേഴ്സണെ അറിയാവുന്നത്. യു കെയർ അബൌട്ട് ഹൗ ഐ ഫീൽ. യെസ്, ഈ പേഴ്സണ് എന്തിഷ്ടമാകും എന്തിഷ്ടമാകില്ല എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. യു സ്മെൽ ഗുഡ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആയിരിക്കാം, ബോഡി സ്പ്രേ ആയിരിക്കാം, അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ്. ഐ കാൺ ഇമാജിൻ എ മിനിറ്റ് വിത്തൗട്ട് യു. ഒരു മിനിറ്റ് പോലും നിങ്ങളില്ലാതെ ഈ പേഴ്സണെ സങ്കല്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. യു ഹാവ് മാജിക് ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഫിക്സ് എവറിത്തിങ്. നിങ്ങളുടെ കൈകൾ വളരെയധികം ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു കൈകളാണ് എന്നാണ് വല്ല കൈപ്പുണ്യമുള്ള ആൾക്കാരാണ്, ഐശ്വര്യമുള്ള ആൾക്കാരാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.